ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. മഴയൊക്കെയാണ്. തെരുതെരെ തുണിയെടുത്തിടുക, പിന്നെയും മഴ പെയ്യുക, വീണ്ടും തുണിയെടുത്തിടുക. ഈ പരിപാടി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ അടുത്ത സെക്ഷൻ തുണി വിരിച്ചിട്ടിട്ട് കാത്തിരിക്കുകയാണ് ഉണങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് എന്നാന്ന് വെച്ചാൽ ഞാനിങ്ങനെ FBയിലൊരു പോസ്റ്റ് കണ്ടിട്ട്, എപ്പോഴും പോസ്റ്റ് കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതൊരു വീഡിയോ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടല്ല, എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ. ചാനലിനായാലും തുടങ്ങിപ്പോയില്ലേ, ഇതെങ്ങനെയാലും മുന്നോട്ട് കൊണ്ടുപോകണ്ടേ. അപ്പോൾ ഞാനിപ്പോൾ കണ്ടൊരു റീലാണ് കേട്ടോ. കണ്ടപ്പോൾ തന്നെ എനിക്ക് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അപ്പം അങ്ങനെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്നാന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ നോർമൽ ഡെലിവറി ആയിരുന്നു കേട്ടോ. പൂച്ച പേടിച്ചു പോയി. ഞാൻ നോർമൽ ഡെലിവറി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഡെലിവറി സ്റ്റോറി ഞാൻ പറഞ്ഞിട്ടുണ്ട്. വളരെയധികം വേദനകൾ സഹിച്ച് മണിക്കൂറുകളോളം ലേബർ റൂമിൽ, അതായത് തലേദിവസം തൊട്ട് വേദന തുടങ്ങി പിറ്റേ ദിവസം വരെ വേദന സഹിച്ചാണ് ഞാനൊരു കുഞ്ഞിനെ പ്രസവിച്ചത്. എനിക്ക് ഒറ്റ മോളുള്ളൂ കേട്ടോ. അപ്പം എല്ലാവരും പറയുന്ന കേൾക്കാം, അത് വിവരമില്ലായ്മ കൊണ്ടാണോ അതോ ഇനി അറിയത്തില്ലാത്തതുകൊണ്ടാണോ എന്നറിയത്തില്ല, സുഖപ്രസവം എന്ന്. അതിലെവിടെ ഇതിന് മാത്രം സുഖം ഇരിക്കുന്നത് എനിക്കറിയത്തില്ല. ഈ ഓപ്പറേഷൻ ആയിക്കോട്ടെ, നമ്മുടെ നോർമൽ ഡെലിവറി ആയിക്കോട്ടെ, എന്ത് പ്രസവമാണോ അതിന് വേദനയുണ്ട്. വേദനയില്ലാതെ ആരും പ്രസവിക്കുന്നില്ല. എനിക്കറിയത്തില്ല, കുറേ പേരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ സിമ്പിളായിരുന്നു എനിക്ക് പീരീഡ്സിൻ്റെ വേദന. ഇപ്പോൾ കുറേ ആൾക്കാരുണ്ട് കേട്ടോ, കുറേ ആൾക്കാർക്ക് വേദനയില്ലാണ്ട് പീരീഡ്സിൻ്റെ വേദനയോടുകൂടി തന്നെ പിള്ളേരുണ്ടാകുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ അതും അത്ര സുഖമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഏതൊരു രീതിക്കും ഇനി വേദന ഇല്ലാണ്ട് പ്രസവിച്ചോട്ടെ, വേദന എടുത്ത് പ്രസവിച്ചോട്ടെ, എന്തും ആയിക്കോട്ടെ, ഇത് കഴിഞ്ഞിട്ട് സ്റ്റിച്ചുണ്ട്. അത് നോർമൽ ഡെലിവറി ആണെങ്കിലും ഉണ്ട്, നമ്മുടെ സിസേറിയൻ ആണെങ്കിലും സ്റ്റിച്ച് ഉണ്ടെന്നുള്ള കാര്യം അറിയാമല്ലോ. അത് കഴിഞ്ഞിട്ട് അനുഭവിക്കുന്ന വേദന അതൊരു വേദനയല്ലേ. അതും എങ്ങനെ ഈ സുഖമാവുന്നത്? ഏറ്റവും അനീതി കെട്ട ഒരു വാക്കാണ് ഈ സുഖപ്രസവം എന്നുള്ളത്. ഇപ്പോഴും പഴയ കാരണവന്മാരാന്ന് തോന്നുന്നു കൂടുതലും അത് ഉപയോഗിക്കുന്നത്. വിവരമുള്ളവരാരും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. സുഖപ്രസവം എന്നുള്ള പേര് മാറ്റി വല്ല മരണവേദന എന്നൊക്കെ ഇടുവാണെങ്കിൽ ഓക്കെ, നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ സുഖപ്രസവം എന്നുള്ള വാക്ക് അതിനൊട്ടും യോജിക്കുന്നില്ല. എനിക്കറിയത്തില്ല, പ്രസവിക്കുന്നതും സിസേറിയൻ ചെയ്തൊരു കുഞ്ഞിനെ എടുക്കുന്നതും എങ്ങനെ ഇത്രമാത്രം സുഖമാവുന്നതെന്ന്. എടുത്ത കൈ ചോദിക്കുന്ന അവിടെ നിന്ന് അലറിക്കരഞ്ഞ് ഇത് കൂട്ട് തലേദിവസം തൊട്ട് പ്രസവവേദന വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അതൊരു ഭാഗം, പ്രസവവേദന വന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അതൊരു ഭാഗം, കരഞ്ഞിട്ട് അനുഭവിക്കാവുന്ന പ്രസവവേദന മൊത്തം സഹിച്ചിട്ട് ഓപ്പറേഷനിലോട്ട് കിടക്കുന്ന അത് വേറൊരു ഭാഗം. പല രീതിക്കാണ് ഓരോരുത്തർക്കും ഡെലിവറി വരുന്നത്. അതെങ്ങനെ ഇതിന് മാത്രം സുഖമാകുന്നത് എനിക്കറിയത്തില്ല. അതെങ്ങനെ ഈ സുഖം എന്നുള്ള പേര് വരുന്നതെന്ന് എല്ലാവരും പറയുന്ന, എടുത്ത വായി ചോദിക്കുന്നത് സുഖപ്രസവമായിരുന്നില്ലേ എന്ന്. അതെങ്ങനെയാണ് അതിനകത്ത് സുഖം എവിടെയായിന് എനിക്കറിയത്തില്ല. അതിൻ്റെ അകത്ത് എവിടെ ഈ സുഖം എന്ന വാക്ക് അവർ ഉപയോഗിക്കുന്നതെന്ന്. അതൊക്കെ ഇത്ര വലിയ സുഖമായിട്ടാണ് ഇവർ കരുതുന്നതെന്ന് ഞാൻ ഓർക്കുന്നത്. വിവരമില്ലായ്മ എന്ന് പറയുന്നത് അത് എന്നാ പറയുക, ഇപ്പം ഇവർ ഈ പറയുന്ന ആൾക്കാരാണെങ്കിൽ കൂടി അവരും കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ട് കാണൂലേ. ഞാനതാ ചിന്തിക്കുന്നത്, അവർക്ക് സുഖമായിരുന്നു പോലും. വേദന സഹിക്കാത്ത, ഇപ്പം നമ്മുടെ കൈ ജസ്റ്റ് ഒന്ന് മുറിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് വേദന എടുക്കും. അപ്പോൾ ഒരു വയറ് താഴെ തൊട്ട് ഒരു കൊച്ചിനെ എടുക്കാൻ വേണ്ടിയിട്ട് 5-6-7 ലെയർ കട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എവിടെയാണ് സുഖം ഇരിക്കുന്നത്? അതുപോലെ തന്നെ നോർമൽ ഡെലിവറിയുടെ കേസിന് പ്രസവിച്ച് കഴിഞ്ഞിട്ട് എനിക്കൊക്കെ അരമണിക്കൂർ, 3/4 മണിക്കൂർ, 12-14 ഇവളുണ്ടാകുന്നു. 1 മണിയോടടുത്ത് വരെ, ഉച്ച സമയം 1 മണിയോടടുത്ത് വരെ എനിക്ക് സ്റ്റിച്ചിടലായിരുന്നു. എനിക്കൊന്നും നടക്കത്ത് പോലും ഇല്ലെന്ന്, കാലൊന്നും അകത്തത്ത് പോലും ഇല്ലായിരുന്നു എനിക്ക്. അതെങ്ങനെയാണ് സുഖമാവുന്നത് എനിക്കറിയത്തില്ല. ഇപ്പോഴും മനുഷ്യൻ പറയുന്നുണ്ട്, എവിടെ കൊച്ചുണ്ടായാലും ചോദിക്കുന്നതാ സുഖപ്രസവമായിരുന്നു എന്ന്. ഇവരുടെയൊക്കെ തലമണ്ടയ്ക്കിട്ട് കൊടുക്കണം പറയുവാണെങ്കിൽ. അതെങ്ങനെയാണ് ഈ പ്രസവം സുഖമാവുന്നത് എനിക്കറിയത്തില്ല. എൻ്റെ പൊന്നെ, ഇത്രയും ഒന്നും ചോദിച്ചില്ല. അതാ ചോദിക്കുന്നത്, എന്നാൽ ആ ആൾ ഓക്കെയാണോ, കുഞ്ഞും അമ്മയും സുഖമായിട്ടിരിക്കുന്നു എന്നല്ലേ ചോദിക്കുന്നത്. സുഖപ്രസവമായിരുന്നു എന്നെല്ലാവരും, കൊച്ചുണ്ടായെന്ന് പറയുമ്പോഴേ ചോദിക്കുന്നത് സുഖപ്രസവമായിരുന്നു എന്ന്. അറിയത്തില്ല, എന്തൊരു ലോകമാണ്.